ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരെയും മില്യൺ ബിസിനസ് ചാനലിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റ് ന്യൂസിലേക്ക് ഡീറ്റെയിൽസ് നോക്കാം. ഇന്ന് പൊതുവെ ഒരു ചെറിയ രീതിയിലുള്ള പ്രോഫിറ്റ് ബുക്കിംഗാണ് മാർക്കറ്റ് കാണാൻ സാധിച്ചത്. ഓൾമോസ്റ്റ് ഈക്വൽ ലെവലിലാണ് പോയിൻറ്റ്സ് ഒക്കെ ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് 25,019 42 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ബാങ്ക് ഇന്നലത്തെ കാട്ടി ഒരു പോയിൻ്റ് വ്യത്യാസം മാത്രമേ വന്നിട്ടുള്ളൂ. 55,354 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മിഡ് ക്യാപ്പ് എന്ന് 57,060 ക്ലോസ് ചെയ്തപ്പോൾ 529 പോയിൻറ്റ്സ് ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 320 പോയിൻറ്റ്സ് വരുന്ന 17,560 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മിഡ് ക്യാപ്പും നിഫ്റ്റി സ്മോൾ ക്യാപ്പ് എന്ന് ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് മാത്രം എബോവ് 1% റാലി നടത്തി. ഇന്ത്യ വിക്സ് എന്ന് 16.55 ക്ലോസ് ചെയ്തത്. സെൻസെക്സ് 200 പോയിൻറ്റ്സ് കുറഞ്ഞ് 82,330 ക്ലോസ് ചെയ്തത്. DIA-FI ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞ് ഇന്ന് DIA FIA നല്ല രീതിയിലാണ് മാർക്കറ്റിൽ നിന്ന് ബൈ നടത്തിയിട്ടുള്ളത്. DIA 5,187 കോടി രൂപയുടെ ബൈ നടത്തിയപ്പോൾ FIAയും 8,831 കോടി രൂപയുടെ ബൈ ആണ് നടത്തിയത്. ഇന്നലെ DIA 1,668 കോടിയുടെ സെല്ലിങ്ങിലായിരുന്നു, നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു ഇന്നലെ. DIA-FIയുടെ ഈ ആഴ്ചത്തെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ മൺഡേ മുതൽ ഫ്രൈഡേ വരെ നെറ്റ് ബയേഴ്സ് ആയിരുന്നു രണ്ടുപേരും. DIA 10,172 കോടി രൂപയുടെ നെറ്റ് ബയേഴ്സ് ആയപ്പോൾ FIA 14,063 കോടിയുടെ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ബജാജ് ഇലക്ട്രിക്കൽസ് 3.85% റാലി നടത്തി. ബജാജ് ഓട്ടോ 1.88% റാലി നടത്തി. ടാറ്റ കൺസ്യൂമർ 1.81%, അദാനി എൻ്റർപ്രൈസ് 1.39%, ഇറ്റേണൽ 1.31%, ജിയോ ഫിനാൻസ് 1.21%, HUL 1.11%, ഏഷ്യൻ പെയിൻറ്റ്സ് 1.02%, ഏഷ്യ മോട്ടോഴ്സ് 0.80% ആൻഡ് ITC 0.7% റാലിയാണെന്ന് കണ്ടത്. ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ഭാരതി എയർടെൽ 2.85% കുറവുണ്ടായി. HCL ടെക് 2.13%, SBI 0.94%, 1.94%, JSW Steel 1.59%, Infosys 1.43%, Shriram Finance 1.38%, Wipro 0.88%, Apollo Hospital 0.81%, Tech Mahindra 0.74% and Grasim 0.73% കുറവാണെന്ന് മാർക്കറ്റിൽ കാണാൻ സാധിച്ചത്. ഇതൊരു ബയോ സെല്ലോ റെക്കമെൻഡേഷൻ അല്ല. ഇന്നത്തെ മാർക്കറ്റ് മൂവ്മെൻറ്റ്സ് അനുസരിച്ചുള്ള ഈ സ്റ്റോക്കുകൾ സംഭവിച്ച കാര്യം ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഈ ന്യൂസിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയുടെ ലാസ്റ്റ് 12 months മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ April 22 530 നിഫ്റ്റി നിന്നിരുന്നത്. അവിടെ നിന്ന് 25,019 വന്നപ്പോൾ 11.05% 12 months നെറ്റ് പ്രോഫിറ്റാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി 50 ഈ വർഷത്തെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ 23,742 ജാനുവരിയിൽ നിഫ്റ്റി നിന്നിരുന്നത്. അവിടുന്ന് 25,019 വന്നപ്പോൾ 5.38% പ്രോഫിറ്റ് കാണാൻ സാധിക്കും. നിഫ്റ്റിയുടെ ഈ ആഴ്ചത്തെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ മൺഡേ 24,9024 ക്ലോസ് ചെയ്തു. ട്യൂസ്ഡേ 24,578 ക്ലോസ് ചെയ്തു. വെനസ്ഡേ 24,666 ക്ലോസ് ചെയ്തു. തേഴ്സ്ഡേ 25,062 ക്ലോസ് ചെയ്തു. ഫ്രൈഡേ 25,090 അതാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് 1,790 കമ്പനികൾ ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. 827 കമ്പനികൾ റെഡിൽ ക്ലോസ് ചെയ്തു. സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് മിക്സഡ് ആയിട്ടാണ് മാർക്കറ്റ് കാണാൻ സാധിച്ചത്. പല സെക്ടേഴ്സും റെഡിലാണെന്ന് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസ്, നിഫ്റ്റി ഹെൽത്ത് കെയർ ഇൻഡെക്സ്, നിഫ്റ്റി ഇൻഫ്രാസ്ട്രക്ചർ, നിഫ്റ്റി IT, നിഫ്റ്റി മെറ്റൽ ആൻഡ് നിഫ്റ്റി ഓയിൽ ആൻഡ് നിഫ്റ്റി ഫാർമ എന്നീ സെക്ടേഴ്സ് ഇന്ന് റെഡിൽ ക്ലോസ് ചെയ്തപ്പോൾ ബാക്കിയിൽ ഇവിടെ കാണുന്ന എല്ലാ സെക്ടേഴ്സും ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഓട്ടോ ഒന്ന് 23,953 ക്ലോസ് ചെയ്തപ്പോൾ 148 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി എനർജി 35,664 ക്ലോസ് ചെയ്തപ്പോൾ 302 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. എന്നാൽ നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 8 പോയിൻറ്റ് ഇടിഞ്ഞ് 26,474 ക്ലോസ് ചെയ്തു. നിഫ്റ്റി FMCG 57,061 ക്ലോസ് ചെയ്തപ്പോൾ 375 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഹെൽത്ത് കെയർ ഇൻഡെക്സ് 42 പോയിൻറ്റ്സ് ഇടിഞ്ഞ് 14,072 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഇൻഫ്രാസ്ട്രക്ചർ 9,053 ക്ലോസ് ചെയ്തപ്പോൾ 15 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി IT 37,972 ക്ലോസ് ചെയ്തപ്പോൾ 321 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി മീഡിയ
1681 ക്ലോസ് ചെയ്തപ്പോൾ 18 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി മെറ്റൽ 8 പോയിൻറ്റ്സ് ഇടിഞ്ഞ് 9201 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 62 പോയിൻറ്റ്സ് ഉയർന്ന് 11,595 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫാർമ 17 പോയിൻറ്റ്സ് കുറഞ്ഞ് 21,633 ക്ലോസ് ചെയ്തു. നിഫ്റ്റി PSU ബാങ്ക് 6628 ക്ലോസ് ചെയ്യുമ്പോൾ 6.95 പോയിൻറ്റ്സിൻ്റെ ഗെയിനാണ് ഉണ്ടായത്. നിഫ്റ്റി റിയാലിറ്റി ഇന്ന് 14 പോയിൻറ്റ്സ് ഉയർന്ന് 912 ക്ലോസ് ചെയ്തു. ഇന്ന് നിഫ്റ്റി മീഡിയയും നിഫ്റ്റി റിയാലിറ്റിയും എബോവ് 1% റാലിയാണ് ഇന്ന് കാണാൻ സാധിച്ചത്. ഇതാണ് പ്രധാനമായിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ്സ്. അടുത്ത ന്യൂസ് അപ്ഡേറ്റ്സുമായി നമുക്ക് മൺഡേ കാണാം. എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിച്ചുകൊള്ളുന്നു. സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ ഓൾ.